രുചികരമായ അറബിക് ലെബനീസ് വിഭവങ്ങൾ കഴിച്ചതും ആദ്യമായി റോ ഹബ്ര എന്ന പച്ചയിറച്ചി വിഭവം രുചിച്ചതും ഒപ്പം മധുരമൂറും ഡേറ്റ്സ് പുഡിങ്ങും ചീസ് കുനാഫയും. കാണാം ചില സ്പെഷ്യൽ ഭക്ഷണവിശേഷങ്ങൾ. ദുബായിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ ഷെയ്ഖ് സയ്യിദ് റോഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ റോഡിൽ തന്നെയുള്ള അൽ സഫാദി റെസ്റ്റോറൻറ്റിന് മുന്നിലായാണ് നിൽക്കുന്നത്. ഒരു ലെബനീസ് റെസ്റ്റോറൻ്റാണ് അൽ സഫാദി. നമ്മളിപ്പോൾ പോകുന്നത് കൂടാതെ ദുബായിൽ മറ്റു 4 ബ്രാഞ്ചുകൾ കൂടി ഇവർക്കുണ്ട്. ഗ്ലാസ് കൊണ്ട് ചുമരുകൾ തീർത്ത് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയ ഒരു റെസ്റ്റോറൻ്റാണിത്. ഇവിടെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കയറി. ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിലായി സീറ്റ് പിടിച്ചു. അൽ സഫാദിയിലേക്കുള്ള ഈ വരവ് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, ഏറെ കാലത്തിനു ശേഷം എൻ്റെ പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കളെ കാണാൻ കൂടിയാണ്. കെൻസിയും അനൂപും. ഞങ്ങൾ 18 വർഷങ്ങൾക്ക് മുമ്പ് സഹപാഠികളായിരുന്നു. ഇവർ ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുകയാണ്. വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. അൽ സഫാദിയുടെ ഉൾവശം ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ നൽകി ഗംഭീരമായാണ് ഒരുക്കിയിരിക്കുന്നത്. കെൻസിയും അനൂപും മെനു നോക്കി കാര്യമായുള്ള ചർച്ചയിലാണ്. അവർ നല്ലതേ തിരഞ്ഞെടുക്കൂ എന്ന വിശ്വാസത്തിൽ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള അവസരം പൂർണ്ണമായും അവർക്ക് വിട്ടുകൊടുത്തു. ഇവിടുത്തെ മെനു അത്യാവശ്യം നല്ലതായി തോന്നി. ഓരോ വിഭവത്തിനുമൊപ്പം അതിൻ്റെ ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം ഓരോന്നിലെയും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഏതാണെന്നും ഈ മെനുവിൽ കാണിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് നോക്കിയാൽ തന്നെ ഇവരുടെ കിച്ചൺ നമുക്ക് കാണാനാകും. വൃത്തിയും ഭംഗിയുമുള്ള പാത്രങ്ങൾ അടുക്കി വച്ചിരിക്കുന്നു. റെസ്റ്റോറൻറ്റിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വെയിറ്റർ ഞങ്ങൾക്കടുത്തേക്കെത്തി. സുഹൃത്തുക്കൾ ഭക്ഷണത്തിന് ഓർഡർ നൽകി. ഓർഡർ നൽകുന്നത് അനുസരിച്ച് തയ്യാറാക്കുന്നതായതിനാൽ ഫുഡ് എത്താൻ കുറച്ച് സമയമെടുക്കും. ആ സമയം കൊണ്ട് ഇവരുടെ കിച്ചൺ ഒന്ന് കാണാം എന്ന് കരുതി കിച്ചൺ അടുത്തേക്ക് ചെന്നു. പാചകക്കാരൊക്കെ നല്ല തിരക്കിലാണ്. ഇവിടുത്തെ അടുക്കളയുടെ വൃത്തി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അത്രയധികം നന്നായാണ് ഈ കിച്ചൺ ഇവർ കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരും കയ്യിൽ ഗ്ലൗസും തലയിൽ ക്യാപ്പുമൊക്കെ ഇട്ടാണ് ജോലികൾ ചെയ്യുന്നത്. ഇവിടെ ഒരാൾ ഷവർമയുണ്ടാക്കുന്ന തിരക്കിലാണ്. ഒരു ഷവർമ സ്ക്യൂവർ 3/4 ഭാഗവും കഴിഞ്ഞിരിക്കുന്നു. അടുത്തതും പെട്ടെന്ന് തന്നെ തീരുന്ന അവസ്ഥയിലാണുള്ളത്. തൊട്ടിപ്പുറത്ത് ഒരാൾ 3ഓളം വിഭവങ്ങളാണ് ഒരേ സമയം തയ്യാറാക്കുന്നത്. തയ്യാറാക്കിയ വിഭവങ്ങൾ ഓരോന്നായി കൗണ്ടർ ടോപ്പിൽ വയ്ക്കുന്നു. വെയിറ്റർമാർ അവ സെർവ് ചെയ്യാനായി കൊണ്ടുപോകുന്നു. എല്ലാവരും ഒരുപോലെ തങ്ങളുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നു. കുറച്ചുനേരം കിച്ചണിലെ കാഴ്ചകളൊക്കെ കണ്ടുനിന്നു. ഇത് കുബൂസ് ഉണ്ടാക്കുന്ന ഏരിയയാണ്. 2 പേരാണ് ഇവിടെ കുബൂസ് ഉണ്ടാക്കുന്നത്. ഒരാൾ കുഴച്ചെടുത്ത മാവ് പരത്തിയെടുക്കുന്നു. അടുത്തയാൾ പരത്തിയെടുത്ത കുബൂസ് ചുട്ടെടുക്കാനായി പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിലേക്ക് വയ്ക്കുന്നു. ചൂടേറ്റ് കുബൂസ് പൊങ്ങി വരുന്നതെല്ലാം ഇവിടെ നിന്നാൽ കാണാം. പിന്നീട് ചുട്ടെടുത്ത കുബൂസ് അപ്പോൾ തന്നെ സെർവ് ചെയ്യുന്നു.
അങ്ങനെ അവിടെ നിന്നും കിച്ചന്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഫ്രഷ് മീനുകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന പ്രകാരം ഫ്രൈ ചെയ്തോ ഗ്രിൽ ചെയ്തോ ഈ മീനുകൾ നമുക്ക് മുന്നിലേക്കെത്തും. കിച്ചൺ അടുത്തു നിന്നും നടന്ന് വീണ്ടും ടേബിളിനടുത്തേക്കെത്തി. വെയിറ്റർ ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണങ്ങളുമായി എത്തിയിരിക്കുന്നു. ആദ്യം ഞങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതെല്ലാമാണെന്ന് കാണിക്കാം. ഇതാണ് ലഹം ബജീൻ. ഒരു ബ്രെഡിന് മുകളിൽ മിൻസ്ഡ് മീറ്റ് വെച്ചുള്ള ഒരു ഫുഡ് ഐറ്റമാണിത്. ഇത് നമ്മുടെ സ്വന്തം കുബ്ബൂസ്. ദുബായിൽ ഏത് ഹോട്ടലിൽ ചെന്നാലും ഇത് ഇഷ്ടം പോലെ കിട്ടും. ഇതാണ് മുത്തബൽ. എഗ് പ്ലാന്റും എള്ളും ലെമൺ ജ്യൂസും മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു ഡിപ്പാണിത്. അതിനു നടുവിലായി പൊമഗ്രാനൈറ്റ് സീഡ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്നത് ഫ്രൈ ചെയ്തെടുത്ത സ്പൈസി സോസേജാണ്. പിക്കിളിനും ഡിപ്പിനുമൊപ്പം സെർവ് ചെയ്തിരിക്കുന്ന ഇത് ഫലാഫലാണ്. ഇത് മറ്റൊരു ഡിപ്പായ ഹമ്മൂസ് ബെയ്റൂട്ടാണ്. ഇതാണ് ഇവിടുത്തെ ബിരിയാണി. ബസ്മതി റൈസ് കൊണ്ട് ഉണ്ടാക്കിയ മട്ടൻ ബിരിയാണിയാണിത്. മുകളിൽ നട്ട്സ് എല്ലാം വച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം ഈ കാണുന്ന മിക്സഡ് ഗ്രില്ലാണ്. മീറ്റ്, ഷീഷ് തവൂക്ക്, കാഫ്ത തുടങ്ങിയവയാണ് ഈ മിക്സഡ് ഗ്രില്ലിലുള്ളത്. ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട ഐറ്റം കാണിക്കാൻ പോകുന്നത്. ഇതാണ് ആ ഐറ്റം. റോ ഹബ്ര എന്നുവെച്ചാൽ പച്ചയിറച്ചി. നല്ല ഫ്രഷ് മട്ടൺ മിൻസ് ചെയ്തെടുത്തതാണ് ഇത്. മിന്റ് ലീഫൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്താണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഫലാഫൽ കഴിച്ചതിന് ശേഷം പച്ചയിറച്ചി കഴിക്കാനായി എടുത്തു. വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് കഴിക്കാൻ. സാധാരണ മസാലയൊക്കെ ചേർത്താണല്ലോ നമ്മൾ കഴിക്കാറുള്ളത്. എന്നാൽ ഇത് കഴിച്ചപ്പോൾ ഇറച്ചിയുടെ പച്ചമണമോ മോശമായ രുചിയോ ഒന്നും തോന്നിയില്ല. ബട്ടർ പോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഫീലാണ് ഉള്ളത്. ഇതിനൊപ്പം കിട്ടുന്ന ഗാർലിക് ഡിപ്പ് ചേർത്താണ് ഇത് കഴിക്കുന്നതെങ്കിൽ ഗാർലിക് ഫ്ലേവറാണ് നമുക്ക് ലഭിക്കുക. വേണമെങ്കിൽ ബ്രെഡിനൊപ്പവും റോ ഹബ്ര കഴിക്കാം. എന്തായാലും എനിക്കിത് ഇഷ്ടമായി. നല്ല ക്വാളിറ്റിയുള്ള മീറ്റ് മാത്രമേ റോ ഹബ്ര പോലുള്ള ഡിഷുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തീർത്തു. ഇനി ബാക്കിയുള്ളത് ഡിസേർട്ടാണ്. ഒന്ന് ലെബനീസ് ചീസ് കുനാഫയും മറ്റൊന്ന് ഡേറ്റ്സ് പുഡിങ്ങുമാണ്. ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് ഈ കുനാഫ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഐസ്ക്രീമിനൊപ്പമാണ് ഡേറ്റ്സ് പുഡിങ് സെർവ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കാരമൽ സോസ് ആഡ് ചെയ്ത് കഴിക്കാൻ നല്ല രുചിയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തെ കാഴ്ചകളും കണ്ട് അൽസഫാദിയിലെ വിഭവങ്ങളെല്ലാം ആസ്വദിച്ചു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമന്റ് ചെയ്യുക. പുതിയ രുചിയിടങ്ങളും യാത്രാവിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.